ഹലോ, ഇന്ന് നമുക്ക് സൗദി അറേബ്യയിലെ സ്പെഷ്യലായിട്ടുള്ള കുനാഫ ഉണ്ടാക്കാം. 1/2 കിലോ അളവിൽ കുനാഫ സേമി എടുത്തിട്ടുണ്ട്. ഇതൊരു കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം RKG ഒഴിച്ചു കൊടുക്കാം. RKGക്ക് പകരം ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എവിടെയും കട്ട കെട്ടാതിരിക്കാൻ പുട്ടിനൊക്കെ മണിപ്പിടിക്കുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാക്കിയെടുത്ത പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്യാസ് മീഡിയത്തിലാക്കി വെച്ച് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഏകദേശം തിക്കായി വരുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നന്നായി തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കുറുക്കിയെടുക്കാം. നന്നായി കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു ബിരിയാണി കോട്ടിലേക്ക് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് നമ്മുടെ സേമി മിക്സ് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഉണ്ടാക്കി വെച്ച ക്രീം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സേമി മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് വെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലുള്ള ക്രീം ഒന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അടച്ചു വെച്ച് ഗ്യാസ് മീഡിയത്തിലാക്കി വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 3/4 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഒരു പിഞ്ച് ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കുനാഫ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാനിൽ എണ്ണ തേച്ച് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം ക്രഷ് ചെയ്തെടുക്കാം. ഇനി പിസ്ത കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.